ഇനി നമുക്ക് എങ്ങനെ ഡിജിറ്റൽ മേഖലയിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ബിസിനസ്സിൽ തന്നെ പല പല ടൈപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റവന്യൂ ലൈഫിൽ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് 3 സ്റ്റേജാണുള്ളത്. സ്വന്തമായിട്ട് മറ്റൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക, സ്വന്തമായിട്ട് വർക്ക് ചെയ്യുക, ഇനി മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുക. അങ്ങനെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ സീരിയസ്ലി പറയുകയാണെങ്കിൽ, നിങ്ങൾ ജോലിക്ക് പോകുന്നതിന്റെ ഒപ്പം പാരലൽ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് ഒരു 3 വർഷം പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ 1 വർഷം ഫുൾ ടൈം ആയിട്ട് സീരിയസ്ലി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന സാലറിനേക്കാൾ കൂടുതൽ ഇൻകം നിങ്ങൾക്ക് ഇവിടെ നേടാനായിട്ട് സാധിക്കും, സ്വന്തം ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് ബിസിനസ്സസ് ഡിജിറ്റൽ വേൾഡിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിലിരുന്ന് തുടങ്ങാൻ പറ്റുന്ന 3 ടൈപ്പ് ഓഫ് ബിസിനസിനെ കുറിച്ച് ഞാൻ പറയുന്നു. ഒന്ന്, ഇ കൊമേഴ്സ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇ കൊമേഴ്സ് അറിയാം, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതുവഴി വിൽക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാം. ദുക്കാൻ, ഷോപ്പിഫൈ, വേർഡ് പ്രസ്, ഇതൊക്കെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആണ്. ഈ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇ കൊമേഴ്സ് സോഫ്റ്റ്വെയറുകളാണ്. ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം സെറ്റപ്പ് ചെയ്യാം. അത് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് വേണമെങ്കിൽ സെല് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൊഡക്ട്സ് വേണമെങ്കിൽ കൊണ്ടുവന്ന് സെല് ചെയ്തിട്ട് അതിന്റെ റവന്യൂ ഷെയറിംഗ് മോഡലിലേക്ക് പോകാം. ഇത് വളരെ എളുപ്പമാണ്. ഈ ദുക്കാൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇന്ത്യൻ കമ്പനിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ദുക്കാനാണ്. കാരണം ഇത് ഈസിയാണ്. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലൈവ് ആക്കാം. ആകെ 1500 രൂപയിൽ താഴെ മന്ത്ലി കോസ്റ്റ് വരുന്നുള്ളൂ. ഷോപ്പിഫൈ കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. വേർഡ് പ്രസിന് കുറച്ച് ടെക്നിക്കൽ സ്കിൽസ് വേണം, സെർവർ വേണം. സംഭവം ഫ്രീ ആണ്, പക്ഷെ ചെയ്തു വരുമ്പോൾ ഈ പറഞ്ഞതിനേക്കാളൊക്കെ കൂടുതൽ ചിലപ്പോൾ ചിലവ് വരും. മാത്രമല്ല കസ്റ്റമർ എക്സ്പീരിയൻസ് കുറച്ച് മോശമായിരിക്കും. മീൻസ് മോശമല്ല, മറ്റേതൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇ കൊമേഴ്സ് ബിസിനസ് നല്ലൊരു ബിസിനസ് ആണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ഉണ്ട്. ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ മറ്റുള്ള കമ്പനീസിന്റെ പ്രൊഡക്റ്റിനെ വിറ്റ് അതിലൂടെ നിങ്ങൾക്ക് റവന്യൂ നേടാനായിട്ട് സാധിക്കും. ഓക്കെ, ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പൊ ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ കസ്റ്റമറിന്റെ അടുത്ത് പ്രൊഡക്റ്റ് സെല് ചെയ്യും. കസ്റ്റമറെ കണ്ടെത്തിയിട്ട് പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കും, എന്നിട്ട് ഓർഡർ എടുക്കും. ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അത് ആ കമ്പനി കൊടുത്തോളും കസ്റ്റമർക്ക്. ഞാനൊന്നും അറിയണ്ട. എന്റെ പണി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് കാണിച്ച് കസ്റ്റമേഴ്സിന് കൊണ്ടുവരിക, എന്നിട്ട് പേയ്മെന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം കമ്പനി നോക്കിക്കോളും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്ക് അതിന്റെ റവന്യൂ കിട്ടുകയും ചെയ്യും. ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരുപാട് വനിതകൾ ചെയ്യുന്ന ഒരു മോഡലാണ്. ഇപ്പൊ മീഷോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, മീഷോ ഇതുപോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് വേറെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ ഹോം ബേസ്ഡ് ഏജൻസി എന്ന് വേണമെങ്കിൽ പറയാം. ഹോം ബേസ്ഡ് ഏജൻസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് വീട്ടിലിരുന്ന് ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പൊ ഫ്രീലാൻസിങ്ങിന്റെ മറ്റൊരു വേർഷൻ, പക്ഷെ ഫ്രീലാൻസിങ്ങിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ. ഇപ്പൊ എന്റെ ഒരു കൂടെ ഉണ്ടായിരുന്ന 3 പേര് ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് 2 പേര് ഹോം ബേസ്ഡ് ഏജൻസിയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവരവരുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, വേറെ ഓഫീസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ചില റിക്വയർമെന്റ്സ്, ഇപ്പൊ ഡിസൈനിങ്ങിന് അവര് ഒരു ഫ്രീലാൻസറെ ഹയർ ചെയ്തിട്ടുണ്ട്. ആ ഫ്രീലാൻസറിന്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അവരുടെ സ്കിൽ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒഴിച്ച് ബാക്കിയെല്ലാം പുറത്തുള്ള ആൾക്കാർക്ക് അവർ ഫ്രീലാൻസേഴ്സ് ആയിട്ട് കണക്ട് ആയിരിക്കുകയാണ്. അങ്ങനെയാണ് അവർ ആ ഏജൻസി റൺ ചെയ്യുന്നത്. ഏതാണ്ട് ഒരു മാസം 1.5-2 ലക്ഷം രൂപ അവർ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ നല്ലൊരു ബിസിനസ് മോഡലാണ്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ അച്ഛൻ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നു, അമ്മ ആ വന്ന കസ്റ്റമേഴ്സിന്റെ റിലേഷൻസും പേയ്മെന്റും അക്കൗണ്ടിങ് എല്ലാം മാനേജ് ചെയ്യുന്നു, 2 കുട്ടികൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് അത് ചെയ്തു കൊടുക്കുന്നു. ഈ വീട്ടിലുള്ള 4 പേരും കൂടെ ചേർന്നിട്ട് ജോലിക്ക് പോയിട്ട് കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഈ വീട്ടിലിരുന്ന് ഒരു കുടുംബത്തോടെ ഒരു ഏജൻസി മോഡലിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകത്തിലും പറയുന്നുണ്ട്. പാവപ്പെട്ടവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വീട്ടിലെ നാട്ടിലെ കഥകൾ പറഞ്ഞിരിക്കും, പണക്കാർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവർ കൂടുതൽ വരുമാനത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും സംസാരിക്കും എന്ന് പറയും. നമ്മുടെ വീട്ടിൽ നമ്മളുടെ ശീലം എന്ന് പറയുന്നത് സിനിമയെ കുറിച്ച് സംസാരിക്കും, ന്യൂസ് പേപ്പറിനെ കുറിച്ച് സംസാരിക്കും, കുട്ടികളുടെ സ്കൂളിലെ കഥകൾ സംസാരിക്കും, അപ്പുറത്തെ നൈബേഴ്സിന്റെ കഥകൾ സംസാരിക്കും, ചിലപ്പോൾ കുറെ പരദൂഷണമൊക്കെ പറഞ്ഞു എന്ന് വരും. പക്ഷേ പണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കില്ല. അത് നമ്മളുടെ ഒരു പ്രശ്നം. അത് തെറ്റാണ്. പണത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാ നമ്മൾ മടിക്കുന്നത്? നമുക്ക് പണം ഇല്ലാത്തത് കൊണ്ടാണോ? ആകെ കുറച്ച് കാശുണ്ട്, ഇതിനെ കുറിച്ച് എന്ത് സംസാരിക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡാണോ? അതല്ല, അത് മാറണം.
അത് മാറിയിട്ട് നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രോഗ്രസീവ് മൈൻഡ് സെറ്റിലേക്ക് വരണം. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ന് ഇല്ല, ഓക്കെ, ഇന്നില്ല, പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞ് സംസാരിച്ച് എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് അതിനെ കൊണ്ടുവരണം. അല്ലാതെ കണ്ണടച്ച് മുഖം തിരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇങ്ങനെ തന്നെ പോകും. ഓക്കെ, നിങ്ങൾ ഹോം ബേസ്ഡ് ഏജൻസി ബിൽഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഹോം ബേസ്ഡ് ഏജൻസിക്ക് ഇപ്പൊ ഞങ്ങള് റെക്കമെൻഡ് ചെയ്യുന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ പ്ലാറ്റ്ഫോം കാണിച്ചു തന്നില്ലേ, ആ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഈ ഒരു ഹോം ബേസ്ഡ് ഏജൻസിക്ക് റൺ ചെയ്യാനുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. എല്ലാം, എത്ര വേണമെങ്കിലും വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം, സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാം, കോഴ്സസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് സെല് ചെയ്യാം, ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാം, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം എടുത്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു ഏജൻസി മോഡൽ റൺ ചെയ്യാനായിട്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്കിലും അറിഞ്ഞിരിക്കണം, കാരണം കസ്റ്റമർക്ക് കൊടുക്കാൻ എന്തെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ, എന്നാലേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൺ ബിസിനസ് സെറ്റപ്പ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ മേലെ ഈ ഒരു ബേസിക് ആയിട്ട് ഇപ്പൊ വേൾഡില് വളരെ ഫേമസ് ആയിട്ടുള്ള പല സോഫ്റ്റ്വെയർ കമ്പനികളുടെയും പിന്നില് അതിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ആദ്യം അവര് ഒരു ഹോം ബേസ്ഡ് ഏജൻസി മോഡൽ, മോസ്റ്റ്ലി ഈ പാറ്റേണിലാണ് പോയിട്ടുള്ളത്. അവർ ആദ്യം പഠിച്ച് ജോബിന് കയറി ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ സ്വന്തമായിട്ട് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് സ്കെയിലപ്പ് ചെയ്തിട്ടാണ് വേൾഡിലെ ബിഗ്ഗസ്റ്റ് സോഷ്യൽ മീഡിയ അല്ല, ഈ സോഫ്റ്റ്വെയർ കമ്പനീസ് എല്ലാം ഡെവലപ്പ് ആയിട്ടുള്ളത്. ഓക്കെ, അത് ഗ്രോത്തിന്റെ ഒരു രീതി അങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ച് സ്വന്തമായിട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ, ഇന്ന് നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചെറിയ മടിയൊക്കെ തോന്നുമെങ്കിലും അതിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. തുടങ്ങി കസ്റ്റമറെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ കസ്റ്റമറെ കണ്ടെത്തിയപ്പോൾ പഠിച്ചു കസ്റ്റമറെ എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത്. ഈ കണ്ടെത്തിയ കസ്റ്റമറിൽ നിന്ന് കാശ് കിട്ടുമ്പോൾ ഡെലിവറി ചെയ്യുന്നതിൽ ആദ്യം പ്രശ്നം വന്നെങ്കിലും രണ്ടാമത്തെ കസ്റ്റമർ വന്നപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റി. അങ്ങനെ നിങ്ങൾക്ക് 10 കസ്റ്റമർ എടുക്കാനുള്ള കോൺഫിഡൻസ് വന്നു. 10 കസ്റ്റമർ വന്നപ്പോൾ വീട്ടിലേക്ക് വരുമാനം മാസം 2 ലക്ഷം രൂപയായി. ഈ 2 ലക്ഷം രൂപ വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നി എക്സിസ്റ്റിംഗ് ജോലി മാറ്റി വെച്ചിട്ട് ആ സമയം വേറെ എന്തെങ്കിലും ചെയ്യാൻ തോന്നി. അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നി ഒരു പുതിയ ബിസിനസ് തുടങ്ങാം. ആ ബിസിനസ് എന്തായിരിക്കും നിങ്ങൾ കണ്ടെത്തി, അത് തുടങ്ങി പതിയെ ഗ്രോ ചെയ്തു. 3 വർഷം കഴിഞ്ഞപ്പോൾ ആ ബിസിനസ് $1 മില്യൺ ഹിറ്റായി, നിങ്ങൾ പണക്കാരനായി മാറി. ഇങ്ങനെയാണ് ജീവിതത്തിൽ ആ മാറ്റം വരുന്നത്. ആ മാറ്റം കാണാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇന്നത്തെ ആ ഒരു ഇതിൽ ഒതുങ്ങി പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. ഇതിന് വേണ്ടുന്ന അഡ്വാൻറ്റേജസ് എന്താ? ഹോം ബേസ്ഡ് ആയതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, വേറെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം നമ്മൾ വീട്ടിൽ തന്നെ അല്ലേ. മിനിമൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. നമുക്ക് ഒരുപാട് മാൻ പവറോ ഒരുപാട് പരസ്യങ്ങളോ ഇപ്പോ എംപ്ലോയീസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഫാൻ വേണം, ലൈറ്റ് വേണം, AC വേണം, ഇരിക്കാൻ കസേര വേണം, റൂം വേണം, അതിന്റെ റെന്റ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം, പിന്നെ വെള്ളം വേണം, നല്ല ടോയ്ലറ്റ് വേണം, അത് ക്ലീൻ ചെയ്യുന്ന ആൾ വേണം. എന്തൊക്കെയാ വേണ്ടാത്തത്? അതിനൊക്കെ എന്ത് കോസ്റ്റ് വരും അറിയോ? അപ്പൊ ആ കോസ്റ്റ് നമുക്ക് ലാഭിക്കാം. പിന്നെ ഡിജിറ്റൽ ആയതുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റാണ്. നിങ്ങൾ ഇരിക്കുന്നത് കൊച്ചിയിലാണെങ്കിലും നിങ്ങൾക്ക് അമേരിക്കയിലുള്ള ആളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അപ്പ് വർക്കില് ആ വർക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 1 മണിക്കൂറിന് $15 മുതൽ $50 വരെ തരാമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോ 1 മണിക്കൂറിന് $15 എന്ന് പറഞ്ഞാൽ 1000 രൂപയ്ക്ക് മേലെയായി. $50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 രൂപയ്ക്ക് മേലെയായി. അത് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. 1 മണിക്കൂറിന് 4000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോ? That is possible when you have the right skills and you are in the right place. Okay, ഇതിന് വേണ്ടുന്ന സ്കിൽസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് എങ്ങനെ ഒരു സംരംഭം റൺ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ടി വരും. അതായത് കസ്റ്റമറോട് എന്ത് സംസാരിക്കണം, എങ്ങനെ കാശ് മേടിക്കണം, എങ്ങനെ ഡെലിവർ ചെയ്യണം, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. അത് വൺ ടൈം ആണ്, ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ സംഭവം പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. സബ്ജക്ട് എക്സ്പെർട്ടീസ്, എന്താണോ നിങ്ങൾ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുന്നത് ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എക്സ്പെർട്ടീസ് വേണം എന്ന് പറഞ്ഞപ്പോൾ, ഫോർ എക്സാമ്പിൾ ഡിസൈനിങ് ആണ്, ആ ഡിസൈനിങ്ങിൽ നിങ്ങൾക്ക് സ്കില്ല് വേണം. SEO ആണ്, അതിനകത്ത് നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ സ്കില്ല് വേണം. AI കണ്ടന്റ് ജനറേഷൻ ആണ്, അതിനകത്ത് നിങ്ങൾക്ക് സ്കില്ല് വേണം. അത് നിങ്ങൾ എക്സ്പേർട്ടായി മാറണം. പിന്നെ എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം, എങ്ങനെ സെല് ചെയ്യാം എന്നും കൂടെ പഠിക്കണം. ഈ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം ബേസ്ഡ് ഡിജിറ്റൽ ഏജൻസി റൺ ചെയ്യാൻ പറ്റും. ഹോം ബേസ്ഡ് ഡിജിറ്റൽ ഏജൻസിയുടെ അഡ്വാൻറ്റേജ്, ആവറേജ് ഒരു മന്ത്ലി ഇൻകം യു ക്യാൻ സേ 1 lakh to 2 lakh നിങ്ങൾക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹോം ബേസ്ഡ് ചെയ്യുമ്പോൾ. ഇവിടെ ഫ്രീലാൻസേഴ്സിന്റെ ഒരു ആവറേജ് ഇൻകം എന്ന് പറയുന്നത് മന്ത്ലി ഒരു 60K to 1 lakh ആണ്. ഞാൻ കേരളത്തിലെ ഫ്രീലാൻസേഴ്സിന്റെ ആവറേജ് ആട്ടോ പറയുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഇതിന്റെ 2 or 3 ഇരട്ടി എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇവിടെ ജോബ് നിങ്ങൾക്ക് അറിയാലോ,
സ്റ്റാർട്ടിങ് സാലറി വന്നിട്ട് ഒരു ആവറേജ് 2-3 ഇയേഴ്സ് കഴിയുമ്പോൾ 30K to 50K ആണ് ഒരു ആവറേജ് ഇവിടുത്തെ ഒരു പാക്കേജ് വരിക. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. ഓക്കെ, സോ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്ന ഡിജിറ്റൽ വേൾഡിൽ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്നതിന്റെ പോസിബിലിറ്റി ഒക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക്. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങുന്നതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ നേവിയിൽ നിന്ന് റിട്ടയർ ആകുന്നതിന് മുന്നേ ബിസിനസ് തുടങ്ങാനുള്ള ഒരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ നേവിയിൽ നിന്ന് ഇറങ്ങി ഞാൻ ബിസിനസ് എനിക്ക് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നില്ല. കാരണം ബാക്കി ആ കണക്ഷൻസും എല്ലാം അതിന് മുന്നേ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. നാളെ നിങ്ങളുടെ, എനിക്ക് അറിയാലോ, അതായത് നമുക്ക് അത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം പെട്ടെന്ന് ഒരു ദിവസം നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മൾ സീറോയിലേക്ക് പോകാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ, നാളെ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നാളെ എന്ത് നിങ്ങളുടെ ഫ്യൂച്ചർ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിലേക്കുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്റ്റാർട്ട് ഫ്രം 1, 2, 3 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ് പറഞ്ഞു തരുന്നത്. സോ ഈ സ്വന്തമായി ബിസിനസ് തുടങ്ങുന്ന പ്രോസസ്സിന്റെ ഇമ്പോർട്ടൻസ് ലൈഫിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടൈപ്പ് യെസ് ഇൻ ദി ചാറ്റ് ബോക്സ് ആൻഡ് ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്.